തൃശൂർ ജില്ലയിലെ കൈത്തറി ഗ്രാമമായ കുത്താമ്പുള്ളിയിലെ കൈത്തറി വ്യാപാരികളും ഇത്തവണ ഓണം വിപണിയിൽ സജീവമാണ്. കൈത്തറി ഗ്രാമത്തിന്റെ പഴയ പെരുമ നഷ്ടമായെങ്കിലും ഓണം വിപണിയിൽ കുത്താമ്പുള്ളി കൈത്തറിക്ക് ആവശ്യക്കാർ ഏറെയാണ്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നിന്ന് അലി അക്ബർ ഷാ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ആഘോഷം പൊടി പൊടിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ തൊട്ട് സമീപത്തുള്ള ഓണച്ചന്തയിലാണ്. ഇത്തവണ വസ്ത്രവിപണിയിലെ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെയാണ് കുത്താമ്പുള്ളി കൈത്തറി. കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ തൃശൂർ ജില്ലയിലെ ഒരു കൈത്തറി ഗ്രാമമാണ്. അവിടെ നിന്നുള്ള ഈ വസ്ത്ര വ്യാപാരികൾ എല്ലാവരും തന്നെ ഇത്തവണ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം കസവ് മുണ്ടും കസവ് സാരികളും അതുപോലെ തന്നെ കൈത്തറി മുണ്ടുകളും എല്ലാം തന്നെ ഈ വളരെ വർണ്ണശബളമായ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ്. പലതരം ഡിസൈനുകൾ ഓണത്തിന് കേന്ദ്രീകരിച്ചുള്ള ഓണം സ്പെഷ്യൽ ഡിസൈനുകളൊക്കെയാണ് ഇപ്പോൾ സാരികളിലൊക്കെ വന്നിരിക്കുന്നത്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഈ കൈത്തറി ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾ ഇപ്പോൾ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ കുത്താമ്പുള്ളി കൈത്തറിയുടെ പ്രത്യേകത അറിയേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചറിയാം. ഇപ്പോൾ ഇവിടെ വിപണി സജീവമാണ്. എന്താണ് കുത്താമ്പുള്ളി കൈത്തറിയുടെ പ്രത്യേകത? കുത്താമ്പുള്ളി കൈത്തറി പറഞ്ഞാൽ നമ്മൾ പൂർവികമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ തിരുവല്ലാമല ആക്കപ്പറമ്പ് അവിടെ നിന്ന് ചെയ്യുന്നത് കുത്താമ്പുള്ളി നമ്മൾ വീടുകളിൽ കച്ചവടം പോകുന്നതാണ്. പിന്നെ ഇങ്ങനെ എക്സിബിഷൻ ഫീൽഡുകളിൽ മെയിനായിട്ട് പോകുന്നതാണ്. ഒരു കൈത്തറി ഗ്രാമമാണല്ലേ? അവർ കൈത്തറി ഗ്രാമമാണ്. അതിൽ നിങ്ങളിപ്പോ തലമുറകളായിട്ട് ഈ പണി ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ അല്ലേ? തലമുറകളായിട്ട് ചെയ്യുന്നതാണ് കൈത്തറികൾ. നെയ്ത്തുണ്ട്, നെയ്ത്ത് കുറച്ചുണ്ട്. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ ചിലതൊക്കെ സബ് വരും, നമ്മൾ ഓർഡർ ചെയ്ത് ഉണ്ടാക്കണതാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇത്തവണത്തെ ഓണത്തിന്റെ പ്രത്യേക ഡിസൈനുകളും കാര്യങ്ങളൊക്കെ? പുതിയ മോഡൽ ഡിസൈനാണ്. കലങ്കാരി മോഡൽ ഡിസൈനൊക്കെയാണ്. ചെക്ക് ഇതൊക്കെ 2 ബെഡ്ഷീറ്റ് കിങ് സൈസിന് 500 രൂപയാണ്. 4 എടുക്കുമ്പോൾ 950, 900 രൂപയൊക്കെ വരും. 4 ഇത് കൈത്തറി ഐറ്റംസ് മാത്രമാണല്ലോ ഇവിടെ ഉള്ളൂ അല്ലേ? ഇത് മിഷനറിയാണ്. കൈത്തറിന്റെ ഖാദിന്റെ ബെഡ്ഷീറ്റുകൾ. ഇത് ഖാദിയുടെ ബെഡ്ഷീറ്റാണ് ഈ കാണുന്നത്. ഓണം കേന്ദ്രീകരിച്ചുള്ള ഡിസൈനുകളാണ് ഒരുപാട് വന്നിരിക്കുന്നത്. സാരികളിലായാലും ഒക്കെ വന്നിരിക്കുന്ന ഡിസൈനുകളിൽ പലതും ഓണം സ്പെഷ്യൽ ഡിസൈനുകളാണ്. ഇത് കടകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ GST വിത്ത് GST അടക്കം വരും. നിങ്ങൾക്ക് എങ്ങനെ പോയാലും 1800 രൂപയൊക്കെ വരും കടകളിൽ. നമ്മൾ പരമാവധി ഡിസ്കൗണ്ട് വെച്ചിട്ട് വേറെ 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 1000, 900 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരുപാട് കടകളുണ്ടല്ലോ ഇങ്ങോട്ട് കൈത്തറി കേന്ദ്രീകരിച്ച കടകൾ ഒരുപാട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ വേറെ കച്ചവടക്കാരാണല്ലോ അല്ലേ? ഇതൊരു കമ്പനിയായി കേന്ദ്രീകരിച്ച കച്ചവടം അല്ലല്ലോ. പല ആൾക്കാർ പല അവിടെ പറഞ്ഞ ഒരു 100 കട 200 കടകളുണ്ട്. കുത്താമ്പുള്ളി കൈത്തറിക്ക് ചരിത്രമുണ്ട്, വലിയ ചരിത്രമുണ്ട്. കൊച്ചി രാജകുടുംബമാണ് അവർക്ക് വേണ്ടി, രാജകുടുംബത്തിന് വേണ്ടി നെയ്ത്ത് നടത്താനായി ഈ കൈത്തറിക്കാരെ എല്ലാം ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്നൊക്കെയാണ് ചരിത്രം. എന്തായാലും ചരിത്രമൊക്കെ മാറി നിൽക്കട്ടെ. ഇത്തവണത്തെ ഓണം വിപണിയെ ഈ കുത്താമ്പുള്ളി കൈത്തറി ഇവിടെ എന്തായാലും പിടിച്ചടക്കിയിട്ടുണ്ട് എറണാകുളത്ത്. അങ്ങോട്ട് കാണാം ഇനിയുമുണ്ട് സ്റ്റാളുകൾ, കുത്താമ്പുള്ളി കൈത്തറിയുടെ സ്റ്റാളുകൾ. തൊട്ടടുത്തായി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന് തൊട്ട് സമീപത്തായി നിരവധി സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. ഇനിയും മുണ്ട് എടുക്കാത്തവർ, ഷർട്ട് എടുക്കാത്തവർ, അല്ലെങ്കിൽ നല്ല സിൽക്ക് സാരി എടുക്കാത്ത ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ വിലയിൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ഓഫറുകളൊക്കെയാണ് ഇവരിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വിലയിൽ ഈ വസ്ത്രങ്ങളൊക്കെ എടുക്കാം. തൊട്ടടുത്ത് ഈ ഓണത്തപ്പന്റെ വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട്. സജീവ വിപണിയാണ് തൊട്ട് സമീപത്തെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം വന്നു, ഇന്നലെ കൊണ്ടുവന്ന സാധനം മുഴുവൻ തീർന്നു. എങ്ങനെയുണ്ട് കഴിഞ്ഞ ഓണത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ തിരക്ക് എങ്ങനെയുണ്ട്? തിരക്കത്ര കാര്യമായിട്ടില്ല. ഈ പ്രകൃതി ദുരന്തം, മഴ, മനുഷ്യർക്കൊന്നും പണിയില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആള് വരുമായിരിക്കും അല്ലേ? വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ല ചൂടായതുകൊണ്ടുകൂടി ആളുകളുടെ ഒരു ജനത്തിരക്ക് കുറവുണ്ട്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിപണി വീണ്ടും സജീവമാവുന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാരും. അതുപോലെ തന്നെ ഈ വെയിലൊന്ന് ആറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ വസ്ത്രങ്ങൾ എടുക്കേണ്ട ആളുകളും. എന്തായാലും എറണാകുളം സജീവമാണ്, ഓണം വിപണി സജീവമാണ്. എല്ലാ ഭാഗങ്ങളിലും ഓണച്ചന്തകളും അവിടെ കേന്ദ്രീകരിച്ച് വലിയ ജനത്തിരക്കും തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.